ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേൽ ഒക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അവിടെ പറയുകയാണ്, ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേൽ ഒക്കെയും, അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. ശമൂവേൽ എന്ന് പറഞ്ഞ ഒരു ദൈവ മനുഷ്യൻ, ഒരു ദേശം മുഴുവൻ ദൈവത്തിൻ്റെ വിശ്വസ്തനെന്ന് ജനം മനസ്സിലാക്കത്തക്ക നിലയിൽ ശമൂവേൽ വളർന്നു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ശമൂവേൽ വളർന്നു, ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഒന്നും തന്നെ നിഷ്ഫലമാകുവാൻ തൻ്റെ ജീവിതം കൊണ്ട് താൻ അനുവദിച്ചില്ല. എന്നാൽ പ്രിയരെ, ഇങ്ങനെ ഒരു ശമൂവേൽ പ്രവാചകൻ പുറത്തു വരാൻ ഇപ്പോൾ അത് വളരെ അനുഗ്രഹമാണ്. ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു തലമുറ വരാൻ ഒരു സഹോദരിയുടെ കണ്ണുനീരുണ്ട്, ഒരു സഹോദരിയുടെ പ്രാർത്ഥനയുണ്ട്, ഒരു സഹോദരി അനുഭവിച്ച ഒത്തിരി നിന്ദകളുണ്ട്. 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട് ഹന്ന എന്ന് പറഞ്ഞൊരു സഹോദരി പെനിന്നയുടെ കുത്തുവാക്കുകളൊക്കെ കേട്ട് പട്ടിണി കിടന്ന് നിലവിളിച്ച് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ പകരുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഹന്നയുടെ ഭർത്താവായ എൽക്കാന വന്നിട്ട് പറയുന്നുണ്ട്, 10 മക്കൾ ഉള്ളതിനേക്കാൾ നല്ലതല്ലേ ഞാൻ. സത്യമാണ്, ശരിയാണ്, ഭർത്താവ് താങ്ങാണ്, തണലാണ്. പക്ഷേ ഹന്ന അവിടെ ഒന്നും അടങ്ങിയിട്ടില്ല, ഒതുങ്ങിയിട്ടില്ല. അവിടെ പറയുന്നുണ്ട്, ആണ്ടുതോറും ശീലോവിൽ യഹോവയ്ക്ക് യാഗം കഴിക്കാനായി പുറപ്പെടുമ്പോൾ, ആലയത്തിലേക്ക് പോകാനായിട്ട് ഹന്ന ഇറങ്ങുമ്പോൾ പെനിന്നെ കുത്താൻ തുടങ്ങും. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു സഹോദരി പുറപ്പെടുമ്പോൾ കുത്തുവാക്കുകൾ കൊണ്ട് തന്നെ കുത്തും. മക്കളില്ലാത്ത മച്ചി എന്ന പേർവിളിയുമായിട്ട് ആലയത്തിലോട്ട് പോകുന്ന ഹന്ന കരഞ്ഞു, പട്ടിണി കിടന്നു, ശരിയാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന താൻ കൈവിട്ടില്ല. ദൈവത്തോട് പറഞ്ഞു, എനിക്കൊരു തലമുറയെ വേണം. അങ്ങനെ ദൈവം ഹന്നയെ ഓർത്തിട്ട്, വചനം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, യഹോവ ഹന്നയെ ഓർത്തു. അങ്ങനെ ഓർത്ത ദൈവം ഒരു തലമുറയെ കൊടുക്കുകയാണ്. ആ തലമുറയെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ആലയത്തിൻ്റെ വിളക്ക് കെട്ടുപോകാതെ ചേർത്ത് നിർത്തി പണിതെടുത്ത് ഇന്ന് ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായി നിൽക്കുമ്പോൾ, പ്രിയരെ, മറക്കരുത്, നമ്മളൊക്കെ കാണുന്ന ചില മേഖലകൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പുറകുവശത്ത് ചില കണ്ണുനീരുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്, ചില വേദനകളുണ്ട്. നമുക്ക് അർഹതയില്ലാതെ, യോഗ്യതയില്ലാതെ കിട്ടിയ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചേ. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. അതിൻ്റെ പിന്നിലെ പെയിൻ ഒന്ന് ആലോചിച്ചേ. ഗച്ഛവന തോട്ടം മുതൽ കാൽവരിയുടെ കുലക്കളം വരെ അരിമനാഥൻ അനുഭവിച്ച പങ്കപ്പാടുകളെ കുറിച്ചൊന്ന് ഓർത്തേ. വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്തു വീണ സാഹചര്യം ഒന്ന് ഓർത്തേ. നമ്മൾ കാണുന്നത് ഈ രക്ഷയുടെ സന്തോഷമാണ്. മറുഭാഗത്ത് കർത്താവ് കൊടുക്കേണ്ടി വന്ന ആ വില, ഭൂമിയിൽ ഒരു മനുഷ്യനും വില കൊടുക്കാൻ പറ്റത്തില്ല. ഹന്ന വിലയൊന്നും കൊടുത്തിട്ടില്ല. ഹന്ന പ്രാർത്ഥിച്ചു. ഭൂമിയിലോട്ട് താണിറങ്ങി വന്നിട്ട് മറുവിലയായി തീർന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് അനുഭവിച്ച വേദനയുടെ മറുഭാഗമാണ് നമ്മൾ കാണുന്നത്, രക്ഷ എന്ന സന്തോഷം. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്നത് തകർത്ത് കളയാനല്ല, ഒരു മറുപടി അപ്പുറത്ത് ദൈവത്തിന് പറയാനുണ്ട്, ഒരു ആൻസർ ദൈവത്തിന് അപ്പുറത്ത് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചില പ്രോസസ്സിലൂടെ നമ്മൾ കടക്കുന്നത്. വിശ്വസ്തയോടെ ആ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് ആത്മാവിൽ പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.